സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ? അതുപോലെ എനിക്കും ഉണ്ടായിരുന്ന ഒരു സ്വപ്നം. പക്ഷെ അതത്ര പെട്ടെന്നൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കേക്കിൻ്റെ പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചിങ് നല്ലൊരു പ്രൊഫഷൻ അല്ലേ, പിന്നെ എന്തിനാ ഇതിലേക്ക് തിരിഞ്ഞതെന്ന്. പക്ഷെ എൻ്റെ ആഗ്രഹം ടീച്ചിങ്ങിനോടൊപ്പം ബേക്കിങ്ങും കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നേ. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഞാൻ പറഞ്ഞ മറുപടി, ടീച്ചിങ് എൻ്റെ പ്രൊഫഷനാണെങ്കിൽ ബേക്കിംഗ് എൻ്റെ പാഷനാണെന്നാണ് കേട്ടോ. ദൈവം സഹായിച്ച് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്നെനിക്ക് കഴിയുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിചാരിച്ചതിലും കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് കിട്ടിട്ടോ. ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കുറേ നല്ല കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എൻ്റെ കോൺഫിഡൻസും കൂടി. ഇന്ന് എനിക്ക് ഇത്രയും ഓർഡർ കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, ബേക്കിംഗ് ഫീൽഡിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സ് കാരണമാണ്. അത് മാത്രമല്ല, കൂടെ നിന്ന് സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ തരുന്ന ഹസ്ബൻഡും വീട്ടുകാരും ഉള്ളതും കൂടെ കൊണ്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബേക്കിംഗ് ഫാമിലി. ഇതെന്റെ മകന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ആണ്. ഇതായിരുന്നു എന്റെ ആദ്യത്തെ വലിയ ബർത്ത്ഡേ കേക്ക് കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ടെൻഷൻ അടിച്ചതിലും കൂടുതൽ ചിലപ്പോൾ ഇവരൊക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അശ്വതി ചേച്ചിയെ കുറിച്ചാണ്. എത്ര പാതിരാത്രി വിളിച്ചാലും എത്ര തന്നെ തിരക്കുണ്ടായാലും എന്റെ സംശയങ്ങളൊക്കെ ചേച്ചി തീർത്തു തരുമായിരുന്നു കേട്ടോ. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എന്താ അറിയോ? നമുക്കൊരു ബിസിനസ് ചെയ്യാൻ അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ആലോചിക്കാണ്ട് അതിനു വേണ്ടി തന്നെ ഇറങ്ങുക. പലരും നമ്മളെ തളർത്താനുണ്ടായിരുന്നാലോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചിലര് നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാവും.